ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നേമം, അതായത് തിരുവനന്തപുരം മുതൽ നേമം വഴി, നെയ്യാറ്റിൻകര വഴി, പാറശാല വഴി, നാഗർകോവിൽ വരെയുള്ള ഡബിളിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് മന്ത്ലി ബേസിസിൽ ഇടാനാണ് ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാസത്തെ അപ്ഡേറ്റ് വീഡിയോ ആണ്, അതായത് രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നമ്മുടെ ട്രിച്ചി ഇൻ്റർസിറ്റിയിൽ ഞാൻ നമ്മുടെ നാറോയിൽ ടൗണിലോട്ട് പോവുകയാണ്. നാറോയിൽ ടൗൺ വരെ മതിയെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആ ഏരിയയിലാണ് ഇനി വർക്ക് പെൻഡിങ് ഉള്ളത്. പിന്നെ ഉള്ളത് നാറോയിൽ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ ഏരിയ ആണ്. അത് തൽക്കാലം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം മുതൽ നേമം, നെയ്യാറ്റിൻകര, പാറശാല, അങ്ങനെ നമ്മുടെ നാഗർകോവിൽ ടൗൺ വരെയുള്ള വർക്കുകൾ രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നാറോയിൽ ടൗണിലേക്ക് പോകുമ്പോൾ വലതുവശത്തും, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ഇരിക്കുന്ന സൈഡ് വെച്ച് വലതുവശത്ത് ഇരിക്കാനാണ് പ്ലാൻ. അപ്പോൾ അതാവുമ്പോൾ രണ്ട് സൈഡും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ തിരുവനന്തപുരത്തെ ഷണ്ടിങ് നെക്കാണ് ഈ വലതുവശത്ത് കാണുന്നത്. നമ്മൾ ആദ്യത്തെ ലെവൽ ക്രോസ് എത്തുകയാണ്. ഇത് ഏകദേശം നമ്മുടെ കിള്ളിയാർ നദിക്ക് കുറുകെയുള്ള പാലമാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെയാണ് ആദ്യത്തെ ലെവൽ ക്രോസ്. നമ്മുടെ PRSൻ്റെ അവിടെ നിന്ന് അകത്തോട്ടുള്ള റോഡാണ് ഈ ആദ്യത്തെ ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ പുതിയ പാലത്തിനുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ സൈഡ് പിന്നെ ഓൾറെഡി ഷണ്ടിങ് നെക്കായിട്ട് തന്നെ പണിതിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വർക്കിൻ്റെ കാര്യം ഈ സൈഡിലില്ല. നമ്മുടെ നേമം വരെ മൂന്നാമത്തെ ലൈൻ ഇതുവഴി തന്നെയാണ് പോവേണ്ടതും. അപ്പം നമ്മൾ നമ്മുടെ തിരുവനന്തപുരം സ്റ്റേഷൻ്റെ ഷണ്ടിങ് നെക്കൊക്കെ കഴിഞ്ഞ് നേമം ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാസ് ചെയ്ത് പോയത് നമ്മുടെ 2ാം നമ്പർ ലെവൽ ക്രോസ് ആണ്. ഞാൻ വീഡിയോ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇല്ലെങ്കിൽ ഡ്യൂറേഷൻ ഒരുപാട് കൂടിപ്പോവും. പ്രത്യേകിച്ച് ഇവിടെ ഈ സൈഡിൽ, അതായത് വലതുവശത്ത് നേമത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാ കൺസ്ട്രക്ഷനും നടക്കുന്ന ഇടതുവശത്താണ്. അപ്പോൾ അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലായിരിക്കും ആ സൈഡ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നേമം സ്റ്റേഷൻ്റെ, അതായത് TVCയുടെ നേമം ഭാഗത്തു നിന്ന് വരുമ്പോൾ TVCയുടെ ഔട്ടർ സൈഡിലുള്ള സിഗ്നലൊക്കെ പാസ് ചെയ്തിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മുടെ തമലം ഏരിയ ആയിട്ട് വരും. അതായത് തമലം പോകുന്ന റൂട്ടിലെ ലെവൽ ക്രോസാണ് ഈ കാണുന്നത്. നമ്മൾ പാപ്പനംകോട് നിന്ന് ഉള്ളിലേക്കുള്ളൊരു റൂട്ടാണ്. തൊട്ടടുത്തത് നമ്മുടെ പാപ്പനംകോട് എസ്റ്റേറ്റ് ഭാഗത്തുള്ള ഏരിയയാണ്. അവിടെ ഇപ്പം നല്ല തോതിൽ ഇപ്പം നമ്മൾ കണ്ട ഈ പുഴയുടെ കുറുകെയൊക്കെ പുതിയ പാലത്തിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഇപ്പുറത്തെ സൈഡിലാണ്. പാപ്പനംകോട് എസ്റ്റേറ്റ് ഏരിയയാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാലങ്ങൾ ഈ ഏരിയയിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം റെയിൽവേ ലൈനിന് മുകളിൽ കൂടെയും അടിപ്പാതയായിട്ടും ഒരുപാട് റോഡുകളുണ്ട് ഈ ഭാഗങ്ങളിൽ. അപ്പോൾ അതെല്ലാം വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രിച്ചി ഇൻ്റർസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രയോറിറ്റി ഉള്ളൊരു വണ്ടിയാണ്. തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട, അതായത് 11:35 തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നാറോയിൽ ടൗണിലെത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ്. ക്രോസിംഗ് എന്ന് പറയാനായിട്ട് വഴിക്ക് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇൻ്റർസിറ്റി ടൗൺ വിട്ട് കഴിയുമ്പോഴത്തേക്കുമാണ്, അതായത് ടൗൺ വിട്ട് ബൈപ്പാസൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കോട്ടയം നാറോയിൽ സ്റ്റേഷനിൽ നിന്ന് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. നേമം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാവിയിൽ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമും 1ാം നമ്പർ പ്ലാറ്റ്ഫോമും ഇതിൻ്റെ വലതുവശത്തായിട്ട് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം
നിർമ്മാണ സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം ബേസ് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പ്രാവച്ചമ്പലത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന റോഡാണ് ഈ മോളിൽ കൂടെ പോകുന്നത്. അവിടെയും പുതിയ പാലത്തിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. അത് ഹോം സിഗ്നലായിരുന്നു നേമം സ്റ്റേഷൻ്റെ. ഇവിടെ തന്നെ ഇടതുവശത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ പോകുന്ന ദിശയിൽ ഇടത് സൈഡിലായിട്ടായിരിക്കും ഷണ്ടിങ് നെക്ക്, നേമം സ്റ്റേഷൻ്റെ ഷണ്ടിങ് നെക്ക് വരുന്നത്. നമ്മുടെ ബാലരാമപുരം ടണലിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ബാലരാമപുരം ടണലിൻ്റെ ഭാഗത്തൊക്കെ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പുതിയ ട്രാക്ക് പണിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ലെവലിംഗ് ഒക്കെ ചെറിയ തോതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് മരങ്ങളൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് വശത്തും. ആ ഭാഗത്താണല്ലോ നമ്മുടെ വിഴിഞ്ഞത്തേക്കുള്ള ടണലും എല്ലാം. ഈ ഒരു നേമത്തിനും ബാലരാമപുരത്തിനും ഇടയ്ക്ക് വേണം അങ്ങോട്ട് പോകാനും. അതായത് ബാലരാമപുരം സൈഡിലേക്കുള്ള ഡൈവേർഷനും നേമം സൈഡിലേക്കും ഡൈവേർഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടെക്നിക്കലി അപ്രൂവൽ ഉള്ള ഒരു ഡിസൈൻ പ്രകാരം വിഴിഞ്ഞത്തു നിന്നുള്ള ലൈനിന് ബാലരാമപുരത്തേക്ക് മാത്രമാണ് കണക്ഷൻ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ബാലരാമപുരം ടണൽ, അതായത് തിരുവനന്തപുരം നാറോൾ റൂട്ടിലെ ആദ്യത്തെ ടണൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ടണലിന് മാത്രമാണ് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളത്. ബാക്കി എല്ലാ ടണലിൽ കൂടെയും വണ്ടികൾ അടിച്ചു പുറത്തി പോകുമെങ്കിലും ഈ ഒരു ടണലിൽ കൂടെ വണ്ടികൾക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പാസഞ്ചർ വണ്ടികൾക്ക് 15 km/h, ഗുഡ്സ് വണ്ടികൾക്ക് 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളൊരു ടണലാണിത്. ഈ ടണൽ ഇറങ്ങിയാൽ ഉടനെ നമ്മുടെ ബാലരാമപുരം സ്റ്റേഷന് ഒരു ലെവൽ ക്രോസുമാണ്. ഭാവിയിലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഗുഡ്സ് കൈകാര്യം ചെയ്യേണ്ട സ്റ്റേഷനാണ് ബാലരാമപുരം. നേമം നമ്മളൊരു പാസഞ്ചർ ട്രെയിനുകൾ ഹോൾട്ടൊക്കെ ചെയ്യുന്ന ഒരു ഹോൾട്ടും മെയിൻ്റനൻസും ഒക്കെ ചെയ്യുന്നൊരു സ്റ്റേഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാലരാമപുരം ആയിരിക്കും മെയിനായിട്ടും ഗുഡ്സ് കൈകാര്യം ചെയ്യുക. അപ്പോൾ തുരങ്കപാതയാണ് വിഴിഞ്ഞത്തോട്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. 9.5 കിലോമീറ്ററോളം നീളമുള്ളൊരു തുരങ്കപാതയാണ്. അപ്പോൾ നിലവിൽ അപ്രൂവലുള്ള, എൻ്റെ ഒരു അറിവ് വെച്ച് അപ്രൂവലുള്ള ഡിസൈൻ പ്രകാരം ബാലരാമപുരത്തേക്ക് മാത്രമേ ലൈനുള്ളൂ. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടിടത്തോട്ടും കണക്ഷൻ ഉണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബാലരാമപുരം സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടത് നമ്മുടെ കാട്ടാക്കട റൂട്ടിലെ ലെവൽ ക്രോസ് ആണ്. അപ്പോൾ ഈ നിലവിൽ ബാലരാമപുരം സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അതായത് ആകെ ഒരു റോഡേ ഉള്ളൂ. ഒരു 6 ട്രാക്കോളം ഉണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 2 മെയിൻ ലൈന്, 2 ലൂപ്പ് ലൈന്, പിന്നെ ഗുഡ്സിന് വേണ്ടിയിട്ട് 2 ഡെഡിക്കേറ്റഡ് ലൈന്. അങ്ങനെ മൊത്തം 6 ട്രാക്കുകളായിരിക്കും ഭാവിയിൽ ബാലരാമപുരം സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുക എന്നാണ് അറിയുന്നത്. അപ്പോൾ ഡിസൈനിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അവരുടെ കൺവീനിയൻസ്, പിന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് കൃത്യമായൊരു ഫിഗർ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എങ്കിലും നിലവിൽ ഇത്രയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അടുത്തത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നെയ്യാറ്റിൻകര സ്റ്റേഷൻ എത്താറാവുന്നു. ഇവിടെ നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന വലതുവശത്തായിട്ട് നമുക്ക് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാക്ക് മെഷീൻ്റെയൊക്കെ സൈഡിങ് ഉണ്ട്. അത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ വലതുവശത്ത്, ഇപ്പോൾ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലാറ്റ്ഫോമിന് വലതുവശത്തായിട്ടായിരിക്കും അതൊക്കെ സെറ്റ് ചെയ്യുക. അതേപോലെ ഈ 2 ലൈനുകൾ, ഇതാണ് ഇപ്പോൾ ഉള്ള ലൈനുകളെന്ന് പറഞ്ഞാൽ, ഒരെണ്ണം ലൂപ്പും ഒരെണ്ണം മെയിൻ ലൈനും. ഇപ്പോൾ നമ്മൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന മെയിൻ ലൈന് ഭാവിയിലും മെയിൻ ലൈൻ തന്നെ ആയിരിക്കും. അതിൻ്റെ ഇടതുവശത്ത് 3ാമത്തെ റോഡായിരിക്കും അപ്പ് മെയിൻ ലൈന്. ബാക്കി 2 ലൂപ്പായിട്ട് തുടരും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്റ്റേഷൻ ബിൽഡിങ് പണിയുന്നത് കാണാം. പിന്നെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ നിലവിലുള്ള ബിൽഡിങ് മോടി പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ താൽക്കാലികമായിട്ട് പഴയ എൻട്രൻസ് പൊളിക്കും. അപ്പോൾ ഈ കാണുന്ന ബോർഡിനടുത്തുള്ള സ്ഥലത്തു കൂടിയായിരിക്കും സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഒക്കെ വരിക. ഇതൊക്കെ പാർക്കിംഗ് ഏരിയയും സ്റ്റേഷനിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ട്രാക്ക് മെഷീൻ്റെ സൈഡിങ്. ഈ സൈഡിങ് അപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇനി അടുത്ത കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ
നെയ്യാറ്റിങ്കര കാട്ടാക്കട റൂട്ടിലെ പാലമാണ്. ഇതൊക്കെ വലുതാക്കേണ്ടതായിട്ടുണ്ട്. നിലവിലൊരു ട്രെയിനിന് മാത്രം ഒരു ട്രാക്ക് മാത്രം കടന്നു പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഘടനയുള്ളത്. അതൊക്കെ മാറ്റണം. അപ്പോൾ ഇവിടെ ലെവലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിങ്കരയ്ക്കും പാറശാലയ്ക്കും ഇടയ്ക്ക് ട്രാക്ക് ലെവലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിലെ പ്രധാന അപ്ഡേറ്റ്. അതായത് നമ്മൾ നേരത്തെ എടുത്ത വീഡിയോകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കരയ്ക്കും പാറശാലയ്ക്കും ഇടയ്ക്ക് നല്ല തോതിൽ പണി നടക്കുന്നുണ്ട്. ഇത് പിന്നെ പണ്ടേ പണിത് വെച്ചേക്കുന്ന നെയ്യാറിന് കുറുകെയുള്ള പാലമാണ്. അപ്പോൾ അവിടെ ചെറിയ തോതിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ പാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫണ്ട് ലാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വർഷാവർഷം ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുന്നത് അത് മുടക്കി എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. അത് ഫണ്ട് ലാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് പക്ഷേ ലെവലിംഗ് വർക്കായിട്ട് തോന്നുന്നില്ല. അവർ കുറച്ച് കേബിളുകളൊക്കെ ഇട്ട് പോവുകയാണ്. അവിടെയല്ല ഈ ലെവൽ ക്രോസ് ഒക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ലെവൽ ക്രോസ് നിലവിൽ പുതിയ ട്രാക്ക് വരേണ്ടിടത്താണ് ഇരിക്കുന്നത്. ആ ട്രാക്ക് വരുന്ന സ്ഥലത്തു നിന്ന് ലെവൽ ക്രോസ് മാറ്റി സൈഡിലേക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്പീഡിൽ പറന്നു പോകുന്നതാണ് അമരവിള സ്റ്റേഷൻ. ഈ അമരവിള സ്റ്റേഷൻ്റെ തൊട്ടടുത്തും വർക്കുകൾ നല്ല തോതിൽ നടക്കുന്നുണ്ട്. ഇത് അമരവിള ലെവൽ ക്രോസ് കഴിഞ്ഞ ഉടനെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയെക്കാട്ടി ഒരു മാറ്റമുള്ളത് ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള ഭാഗത്ത് നേമം സൈഡല്ലാതെ വർക്ക് നടക്കുന്നൊരു സ്ഥലം ഇപ്പോൾ ഈ പാറശാലയ്ക്കും നമ്മുടെ നെയ്യാറ്റിങ്കര സ്റ്റേഷനും ഇടയ്ക്കാണ്. അപ്പോൾ വർക്ക് തുടങ്ങാനുള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ നെയ്യാറ്റിങ്കര മുതൽ നേമം വരെയുള്ള സൈഡിലാണ് വർക്ക് ഇനിയും തുടങ്ങാനുള്ളത്. വൈഡ് സ്പ്രെഡായിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ധനുവച്ചോരം സ്റ്റേഷനിലേക്ക് അടുത്തായിട്ട് വരും ഈ സ്ഥലങ്ങളൊക്കെ. ധനുവച്ചോരം സ്റ്റേഷനോ അമരവിള സ്റ്റേഷനോ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് വരുന്നതാണ് ധനുവച്ചോരം സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലും ഒരുപാട് ലെവലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വലതുവശത്ത് ലെവലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഒരുവിധം സ്ലോ ആയിട്ട് തന്നെ, അതായത് നോർമൽ സ്പീഡിൽ തന്നെയാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വർക്കില്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടുന്നത്. കാരണം വീഡിയോ അല്ലാതെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഏകദേശം 40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു കാവൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ ധനുവച്ചോരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന പാലമാണ് ഈ തൊട്ട് മോളിൽ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ധനുവച്ചോരം സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഈ റൈറ്റ് സൈഡിൽ നമുക്കിപ്പോൾ പുതിയ പാലം പണിയാൻ വേണ്ടിയിട്ട് നല്ല തോതിൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ട്രെയിൻ പോകുന്ന ആ ഒരു ലെവലിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്ന എല്ലാ ലെവലിംഗ് വർക്കുകളാണ്. കണ്ടോ, അവിടെ മുകളിലായിട്ടൊക്കെ വർക്ക് നല്ലപോലെ നടക്കുന്നുണ്ട് പുതിയ പാലമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ NH66 തൊട്ട് സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ധനുവച്ചോരം സ്റ്റേഷനിൽ നിന്നാൽ കാണാം നമുക്ക്. ഇവിടെയൊക്കെ നല്ല തോതിൽ ലെവലിംഗ് വർക്കുകൾ വേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സൈഡ് നല്ല ഹൈറ്റിലാണ്, രണ്ട് സൈഡും കറക്റ്റ് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ്. അവിടെയൊക്കെ ലെവലിംഗ് വർക്കുകൾ വളരെയധികം വേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ കൊറ്റാമം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അകത്തേക്കുള്ള റോഡാണ്. ഞാൻ സ്ഥിരം ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അത് കാരണം ഒരുവിധം എല്ലാ സ്ഥലവും നമുക്ക് പരിചയമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊറ്റാമൊക്കെ വിട്ട് നമ്മൾ പരശുവയ്ക്കൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടിച്ചക്കപ്ലാമൂട് പരശുവയ്ക്കൽ അവിടെ നിന്നൊക്കെ അകത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മേൽപ്പാലം മാറ്റിയിട്ട് അടിപ്പാത പണിയുന്നതിനെയൊക്കെ ചൊല്ലി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. MP ഒക്കെ ഇടപെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിപ്പാത വേണ്ട, അവർക്ക് മേൽപ്പാലം തന്നെ വേണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവർ റെയിൽവേ ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം വണ്ടികൾ പോകുന്നുണ്ടെന്നൊക്കെയുള്ള സർവേ ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് അവർ ഒരു മണിക്കൂറിൽ എത്ര വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് പാലം വേണോ മേൽപ്പാലം വേണോ അടിപ്പാത വേണോ മേൽപ്പാലം വേണോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ MP ഒക്കെ ഇടപെട്ട് അതൊക്കെ എന്താ പറയുക, മേൽപ്പാലം തന്നെ വേണം എന്നുള്ള രീതിയിൽ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പാറശാല സ്റ്റേഷനിലേക്ക് നമ്മൾ അടുക്കുകയാണ്.
ഈ പാറശാല സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊരു പാലമുണ്ട്, നമ്മുടെ വെള്ളറട റൂട്ടിലുള്ള പാലമാണ്. ആ പാലത്തിനടുത്തായിട്ട് നമ്മുടെ പഴയ കുറേ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഇരുന്നതൊക്കെ ഓൾറെഡി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ട്രഷറിയൊക്കെ അവിടെയായിരുന്നു. ഞാൻ അമ്മയുടെ പെൻഷൻ വാങ്ങാനായിട്ട് അമ്മയും കൊണ്ട് പോകുന്നതൊക്കെ അവിടെ ഉള്ള ട്രഷറിയിലായിരുന്നു. ട്രഷറിയൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഓഫീസുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ ഒരുപാടെണ്ണം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ പാറശാല സ്റ്റേഷനിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പാറശാല സ്റ്റേഷൻ ഒരു ബ്ലോക്ക് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഹോൾട്ട് സ്റ്റേഷനാക്കാൻ തീരുമാനമായിരുന്നു. പക്ഷേ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് ആ തീരുമാനമൊക്കെ മാറ്റി ഒരു സ്റ്റേഷനായിട്ട് തന്നെ, ബ്ലോക്ക് സ്റ്റേഷനായിട്ട് തന്നെ തുടരുമെന്ന് അറിയുന്നു. ഇപ്പോൾ നമ്മൾ പാറശാല വിടുന്നു. നമ്മൾ നമ്മുടെ കേരള സംസ്ഥാനം വിട്ട് തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ വെൽക്കം ടു തമിഴ്നാട് ബോർഡൊക്കെയാണ് ഈ കാണുന്നത്. കാട് പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചാൽ നല്ലതായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ നാഗർകോവിൽ റൂട്ടിലെ 2-ാം നമ്പർ ടണലിലേക്ക് നമ്മൾ കയറുകയാണ്. 2-ാം നമ്പർ ടണലാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പീഡിലാണ് വണ്ടി പോവുക. നമ്മുടെ ബാലരാമപുരം തുരങ്കം പോലെ വണ്ടി പതുക്കെ പോകുന്ന പരിപാടിയൊന്നുമില്ല. അതായത് 70 ആ റേഞ്ചിന് വണ്ടി പോകും. 70-80 ആണ്. 75 എന്തോ ആണ് മാക്സിമം ഈ റൂട്ടിൽ. നിലവിൽ 80 ആണ് മാക്സിമം. അത് 100 ആക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കർവുള്ള സ്ഥലങ്ങളിലൊക്കെ താരതമ്യേന സ്പീഡ് കുറയും. 100 ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ റണ്ണൊക്കെ നടന്നിരുന്നു. അത് സക്സസ് ആണെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും, അതായത് സജഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തത് നമ്മൾ കുഴിത്തറ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷന് മുന്നേ ഒരു LC നമ്പർ 13 ഉണ്ട്. നമ്മുടെ തിരുത്തുവപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ കളിക്കവിള കഴിഞ്ഞിട്ട് നമ്മുടെ കുഴിത്തറയ്ക്ക് പോകുമ്പോഴത്തേക്കും തിരുത്തുവപുരം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്കുള്ളൊരു ലെവൽ ക്രോസാണ് LC നമ്പർ 13. നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസൻ്റ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ LC നമ്പർ 13 അടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രേഡിയൻ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LC നമ്പർ 13 കഴിഞ്ഞാൽ നമ്മുടെ കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ. ആ കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ്റെ ടണലാണ് ഈ കണ്ടത്. അത് ജസ്റ്റ് ഒരു റോഡാണ്. അതിന് മുകളിലുള്ളത് കുഴിത്തറ നിന്ന് അകത്തേക്ക് പോകുന്ന റോഡാണുള്ളത്. ഇത് കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ. ഇവിടെയും ചെറിയ തോതിൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വലതുവശത്ത്, അതായത് നമ്മളിപ്പോൾ പോകുന്ന ദിശയിൽ വലതുവശത്തായിട്ടാണ് പുതിയ ട്രാക്ക് വരാൻ പോകുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താമരഭരണി, നമ്മുടെ താമരഭരണി 6 ഉണ്ട്. താമരഭരണി 6-ന് കുറുകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലമൊക്കെ പണിത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ താമരഭരണി പാലത്തിലേക്ക് നമ്മുടെ പുതിയ ട്രാക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലെവലിംഗ് വർക്കുകൾ, അതിന് വേണ്ടി പുതിയ ട്രാക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ലെവലിംഗ് വർക്കുകളും അതേപോലെയുള്ള സൈഡിൽ കോൺക്രീറ്റ് ഭിത്തി കെട്ടുന്ന വർക്കുകളും ഒക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ താമരഭരണി 6-ലേക്ക് നമ്മൾ കയറുകയാണ്. ഇതൊരു ചെറിയ റോഡാണ്. ഈ റോഡ് വഴിയാണ് ഞാൻ വന്ന് നമ്മുടെ ഈ സ്പോട്ടിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഈ പാലത്തിൽ നമുക്ക് കയറാൻ പറ്റും. ഈ പറഞ്ഞ താമരഭരണി 6-ന് കുറുകെയുള്ള പുതിയ പാലത്തിലും നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധരെന്നല്ല, എന്നാലും വെള്ളവടി ടീമുകളുടെയൊക്കെ സ്ഥിരം സ്പോട്ടാണ് ഈ പാലമൊക്കെ. നല്ല രസമല്ലേ, കാറ്റും കൊണ്ട് ആ മുന്നിൽ കാണുന്ന ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് വെള്ളവടി പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സ്ഥലം. ഈ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ തൊട്ടടുത്ത ടണൽ, അതായത് NH 66-ന് മോളിൽ കൂടെ പോകുന്നു, റെയിൽവേ ലൈൻ താഴെ കൂടെ. NH 66-ന് നമ്മുടെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ തൊട്ട് മുന്നിലുള്ള ടണൽ. അതാണ് 4-ാം നമ്പർ ടണൽ. നമ്മുടെ നാഗർകോവിൽ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ 4-ാം നമ്പർ ടണലിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. ആ ടണൽ കഴിഞ്ഞ് ഇറങ്ങുന്നതും ഒരു വളവെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴിത്തറ സ്റ്റേഷനാണ്. നമ്മൾ ആ 4-ാം നമ്പർ ടണലിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുകളിലാണ് നമ്മുടെ NH ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ടണലിൽ നിന്ന് ഇറങ്ങി. ഇവിടെയൊക്കെ വർക്കുകൾ നല്ലപോലെ നടക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കൊരു പാലം കൺസ്ട്രക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. അത് അപ്പ് ലൈന് വേണ്ടിയിട്ടുള്ള, നിലവിൽ നമ്മൾ പോകുന്നത് ഡൗൺ ലൈൻ ആയിരിക്കും. അപ്പ് ലൈനിന് വേണ്ടിയിട്ടുള്ള പാലമാണ് ആ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അത് മിക്കവാറും അണ്ടർപാസ് ആവാൻ സാധ്യത കാണുന്നുണ്ട്.
പിന്നെ ഇവിടെയൊക്കെ നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വർക്ക് വേണ്ടിയതായിട്ടുണ്ട്. അതായത് ഈ കാണുന്ന വലതുവശത്ത് 2 ലൈനും കൂടെ പുതിയതായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഒരു മെയിൻ ലൈനും ഒരു ലൂപ്പ് ലൈനും വരേണ്ടതായിട്ടുണ്ട്. അതാണ് കുഴിത്തറയിലെ വിശേഷം. ഇവിടെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുകളൊക്കെ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ മറ്റേ കോൺക്രീറ്റിൻ്റെ വോളൊക്കെ നിങ്ങൾക്ക് കാണാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കുഴിത്തറ സ്റ്റേഷൻ. അവിടെയും നെയ്യാറ്റിൻകര സ്റ്റേഷൻ പോലെ തന്നെ നടുക്ക് 2 മെയിൻ ലൈനും വശങ്ങളിലായിട്ട് 2 ലൂപ്പ് ലൈനുമാണ് വരുന്നത്. മൊത്തം 4 ലൈൻ ഉണ്ടാവും നമ്മുടെ കുഴിത്തറ സ്റ്റേഷനിലും നിലവിലെ ഡിസൈൻ പ്രകാരം. അപ്പോൾ ഇവൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ്, അതായത് ഇൻ്റർസിറ്റിയുടെ ആദ്യത്തെ സ്റ്റോപ്പാണ് തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ കുഴിത്തറ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നെയ്യാറ്റിൻകരയൊക്കെ സ്റ്റോപ്പ് കൊടുക്കേണ്ടതാണ്. നെയ്യാറ്റിൻകര കുഴിത്തറ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ഒരു 20 മിനിറ്റ്, നെയ്യാറ്റിൻകര കുഴിത്തറ 20 മിനിറ്റ്, കുഴിത്തറ ടൗണ് 20 മിനിറ്റ്. ആ ഒരു 20 മിനിറ്റ് ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പ് കൊടുക്കാം. പിന്നെ നെയ്യാറ്റിൻകര എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പൂവാറ്, ഇപ്പോൾ എനിക്കാണെങ്കിലും നെയ്യാറ്റിൻകര അടുത്താണ്. പിന്നെ ഈ പറയുന്ന വെള്ളറട, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ ആളുകൾക്കും, കാട്ടാക്കട അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് അടുത്തുള്ളൊരു സ്ഥലമാണ്. വിഴിഞ്ഞംകാർക്കും അതായത് തെക്കോട്ട് പോകുമ്പം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകര സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴിക്കോട് സ്റ്റേഷനൊക്കെ വിട്ട് പള്ളിയാടി സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി വർക്ക് നടക്കുന്ന സ്ഥലത്ത് പറഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷനാണ്. അവിടെ ഡബിളിംഗ് വർക്ക് നടക്കുകയാണ്. ഹോൾട്ട് സ്റ്റേഷനാണ്. ഭാവിയിൽ ഹോൾട്ട് സ്റ്റേഷൻ തന്നെയായിരിക്കും. ഇത് സി നമ്പർ 15 ആണ്. നമ്മൾ മാർത്താണ്ഡത്ത് നിന്ന് നമ്മൾ കരിങ്കലേക്ക് പോകുന്നത്. കരിങ്കൽ മൺഡേ മാർക്കറ്റ്, നമ്മുടെ കുളച്ചൽ ആ സൈഡിലേക്ക് പോകാൻ പറ്റുന്ന, പടിഞ്ഞാറ സൈഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. നമ്മൾ പള്ളിയാടി സ്റ്റേഷൻ അടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ വർക്കുകളായിട്ടൊക്കെ നമുക്ക് തോന്നാം. അത് പക്ഷേ പണ്ട് കാലങ്ങളിൽ മണ്ണൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ മണ്ണിടിച്ചിൽ ഒരുപാട് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കോഴിക്കോടേക്കും എരണിയിലാണെങ്കിൽ. ഇത് 5-ാം നമ്പർ ടണലാണ്. ആലപ്പുഴ തിരുവനന്തപുരത്തിലെ 5-ാം നമ്പർ ടണലാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേറെ ടണലുകളില്ല. തൊട്ടടുത്തതെന്ന് പറഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷനാണ്. ഇവിടെ ചെറിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടേ വർക്ക് നടന്നു വരുന്നുണ്ട്. അതായത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ പുതിയ പാലങ്ങൾ വലുതാക്കി, അതായത് പുതിയതായിട്ട് വരുന്ന ട്രാക്ക് കൂടെ അടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ പാലങ്ങളൊക്കെ, ഈ വെള്ളമൊക്കെ പോകാനുള്ള ചെറിയ ചാലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ. നമ്മളെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇവിടെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ അവർ നല്ലപോലെ വെള്ളമൊക്കെ എന്താ പറയുക, ഭയങ്കര സേവ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ലാവിഷായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. ഇപ്പം ഞാനാണേലും നിങ്ങളാണേലും എല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ പള്ളിയാടി സ്റ്റേഷൻ അടുക്കുകയാണ്. പള്ളിയാടി സ്റ്റേഷനിൽ വലതുവശത്തായിട്ട് ഈ കാണുന്നതാണ് പുതിയ പ്ലാറ്റ്ഫോം. അപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥലത്ത്, ഈ ടവറൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പുതിയ ട്രാക്ക്, അതായത് അപ്ലൈൻ വരേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് മാറിയാണ് പുതിയ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം, പുതിയ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങുകൾ ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പുതിയ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളും ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റും. അവിടെ ആയിരിക്കും പുതിയ ട്രാക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയാടി സ്റ്റേഷൻ കഴിഞ്ഞു. എരണിയൽ സ്റ്റേഷനിലേക്ക് നമ്മൾ അടുക്കുകയാണ്. എരണിയൽ സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോഴത്തേക്കും നമുക്കിനി കൂടുതൽ, അതായത് വിപുലമായ രീതിയിൽ വർക്കുകൾ നടക്കുന്നത് കാണാം. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് അങ്ങും ഇങ്ങുമായിട്ടൊക്കെ അല്ലേ വർക്ക് നടക്കുന്നത് കാണുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വർക്ക് നടക്കുകയാണ്. എരണിയൽ സ്റ്റേഷൻ്റെ ഔട്ടർ എത്തുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് വലതുവശത്ത് കണ്ടു തുടങ്ങാനൊക്കും ലെവലിംഗ് വർക്കുകൾ നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എരണിയൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 5 റോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. റോഡെന്ന് ഉദ്ദേശിക്കുന്നത് ട്രാക്ക് തന്നെയാണ്.
5 റോഡുകളുണ്ടായിരിക്കും. 2 മെയിൻ ലൈൻ, അത് വലത്തേ അറ്റത്തായിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന ദിശയിൽ വലത്തേ അറ്റത്തായിരിക്കും. അതിന് സൈഡിലായിട്ട് 2 ലൂപ്പ് ലൈനും പിന്നെ ഒരെണ്ണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ റേക്ക്, അതായത് ബല്ലാസ്റ്റൊക്കെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന BOVYN റേക്ക്, അതിലേക്ക് ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്ക്, അത് ആ ട്രാക്കിൽ ഇട്ടുകൊണ്ട് അതിന് സൈഡിലായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കും, പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പാർക്കിംഗ് സ്പേസ് ഇൻ ദ സെൻസ് ഈ എന്നിട്ട് സ്റ്റോറേജ് സ്പേസ്, നമ്മുടെ ബല്ലാസ്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ട്രക്കുകളിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി അവിടുന്ന് നമ്മുടെ ട്രെയിനിലേക്ക്, അതായത് ഗുഡ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ റേക്കിലേക്ക് ഫില്ല് ചെയ്യുന്നൊരു രീതിയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്, രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ എരണിയൽ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഔട്ടർ ഭാഗമാണ്. ഇവിടെയൊക്കെ ലെവലിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള 2 സ്റ്റേഷനും ഒരുപാട് എൻജിനീയറിംഗ് കോളേജുകളും അല്ലാതെ ആർട്സ് കോളേജുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. എരണിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാഗർകോവിലിന് അടുത്തായിട്ട് തന്നെ ഒരുപാട് കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന 2 സ്റ്റേഷനുകളാണ് എരണിയലും വിരാണിയാളൂരും. ഈ നമ്മുടെ എരണിയൽ സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേഷനാണ് വിരാണിയാളൂർ. അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് കോളേജുകളുണ്ട്. നമ്മുടെ ഈ പാർവതീപുരത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയും ഒരുപാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ലെവലിംഗ് വർക്കുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മറ്റേ നമ്മുടെ എരണിയൽ സ്റ്റേഷൻ എത്തുകയാണ്. എരണിയൽ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. അതിൻ്റെ ഹോം സിഗ്നലൊക്കെ അടുക്കുന്നുണ്ട്. അതാണ് വണ്ടി സ്പീഡ് കുറച്ചത്. ഇവിടെ ഒരു പാലമുണ്ട്, മേൽപ്പാലമുണ്ട്. സിഗ്നലിൻ്റെ സംബന്ധമായ, കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ ബോക്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം. മാർഷലിംഗ് ബോക്സ്. ഇതാണ് ഞാൻ പറഞ്ഞ എരണിയൽ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പാലം. ഭാവിയിലേക്കുള്ള എക്സ്റ്റൻഷൻ കൂടി കണക്കിലെടുത്ത്, അതായത് ഈ വലതുവശത്ത് ഒരു ട്രാക്കും കൂടെ വരേണ്ടതായിട്ടുണ്ട്, അതും കൂടി കണക്കിലെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നിർമ്മിച്ച പാലമാണ്. ഇതിപ്പം SSB ആണ്. ഇവിടെ സബ്സ്റ്റേഷനുണ്ട്, നമ്മുടെ ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സബ്സ്റ്റേഷൻ അവിടെ ഉണ്ട്, എരണിയലിലുണ്ട്. അപ്പോൾ ഇത് എരണിയൽ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഞാൻ പറഞ്ഞ ലൂപ്പ് ലൈനുകളും ഒക്കെ വരുന്നത് ഈ ഇടതുവശത്തായിട്ടായിരിക്കും. നിലവിൽ ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്താണ്. അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അകത്തേക്ക് മാറ്റും ഭാവിയിൽ. നിലവിൽ ഈ വലതുവശത്ത് തന്നെയാണ്. എനിക്കിപ്പോൾ പോകുമ്പം ഈ സ്റ്റേഷൻ ബിൽഡിംഗ് കഴിഞ്ഞ് കുറച്ച് മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണാം ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന സൈഡിങ്. ഇവിടെ മുകളിൽ JCB വെച്ചിട്ട് JCBയിൽ നിന്ന് നമ്മുടെ BOVYN റേക്കിലേക്ക് ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാമല്ലോ. അവർക്ക് പ്രത്യേക തരത്തിൽ അവർക്ക് അളവെടുക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇനിയിപ്പം മെയിൻ ലൈൻ അവിടെ വരുന്നത് കൊണ്ട്, അതായത് നമ്മുടെ 2ാമത്തെ മെയിൻ ലൈൻ ആ ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് വരുന്നത് കൊണ്ടാണ് പുതിയ ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. ഇനി അങ്ങോട്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോളുകൾ ഇട്ടിരിക്കുന്നതാണ്. ഇതാണ് ഹോം സിഗ്നൽ. നിലവിലെ എരണിയലിൻ്റെ ഹോം സിഗ്നൽ അതാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസമൊക്കെ ഈ പരശുറാമൊക്കെ ക്യാൻസൽ ചെയ്തൊരു വർക്ക് ഉണ്ടായിരുന്നല്ലോ. ആ വർക്ക് നടക്കുന്നത് കുറച്ച് മുന്നിലൊരു പാലത്തിലാണ്. വള്ളിയാർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദിക്ക് കുറുകെ പുതിയൊരു പാലം പണിയുന്നുണ്ട്. അപ്പോൾ ആ പുതിയ പാലത്തിൻ്റെ സൈഡിലായിട്ട് പഴയ പാലത്തിലുള്ള ഗർഡറുകൾ മാറ്റുന്ന വർക്കായിരുന്നു നടന്നിരുന്നത്. ഗർഡറുകൾ മാറ്റിയിട്ട് അവിടെ കോൺക്രീറ്റിൻ്റെ പാലം പ്ലേസ് ചെയ്യുകയായിരുന്നു. 2 ഗർഡർ മാറ്റി സ്ഥാപിച്ചു. ഒരു ഗർഡർ ഇപ്പോഴും ഉണ്ട്, അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനി ഭാവിയിൽ എപ്പോഴേലും ഇടയ്ക്ക് വർക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ആ ഗർഡർ മാറ്റാനുള്ള വർക്ക് ഭാവിയിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ഈ മുന്നിൽ കാണുന്നതാണ് ആ പാലം. പുതിയ പാലം ഓൾറെഡി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ താമരപരണി ആറിന് കുറുകെ, നെയ്യാറിന് കുറുകെയൊക്കെ ഇതേപോലെ തന്നെ പാലം പണിത് വെച്ചിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് മറ്റേ പുതിയ കോൺക്രീറ്റ് പാലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പണിത് വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫണ്ട് ലാപ്സായി പോകാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്.
ഇവിടെയൊക്കെ അത്യാവശ്യം ലെവലിംഗ് വർക്കുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നിലവിലുള്ള ഒരു അണ്ടർപാസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുകയാണ്. അതായത് നിലവിൽ ഒരു ലൈനിന് കുറുകെ മാത്രമേ അടിയിൽ മാത്രമേ അണ്ടർപാസ് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു ലൈൻ വരുമ്പോൾ അതും കൂടെ അണ്ടർപാസ് അവിടെയും കൂടെ പാലം പോലെ പണിയണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ എരണിയൽ സ്റ്റേഷനിൽ ആ വർക്ക് നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് വണ്ടി പതുക്കെ പോകുന്നത്. അതായത് അവിടെ കോഷനുണ്ട് 20 km/h 15 or 20 ആണ് അവിടുത്തെ കോഷന്. എരണിയൽ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാറോയിൽ ടൗൺ ആണ്. നാറോയിൽ ടൗൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ തീരും. നാറോയിൽ ടൗൺ സ്റ്റേഷൻ വരെ ഉള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാറോയിൽ ടൗൺ സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പുതിയ കൺസ്ട്രക്ട് ചെയ്യുന്ന NH-66 തൊട്ടടുത്താണ്. അതായത് മറ്റേ നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ലൈൻ ഉണ്ടല്ലോ, 4 വരി പാത, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നാറോയിൽ ടൗൺ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നിലായിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ 4 വരി പാത നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ലെവൽ ക്രോസൊക്കെ കുറച്ചുകൂടെ വലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഈ റോഡൊക്കെ എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. മിക്കവാറും എവിടെയെങ്കിലും ഒരു അണ്ടർപാസ്സായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്യാനാണ് സാധ്യത. കാരണം ഈ കാണുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ പുതിയ ലൈൻ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം പാലങ്ങളൊക്കെ, വലിയ പുതിയ പാലങ്ങളൊക്കെ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനടിയിലായിട്ടായിരിക്കും, ഈ കാണുന്ന സ്പേസിലായിരിക്കും പുതിയ ലൈൻ വരുന്നത്. കുറച്ചങ്ങോട്ട് പോകുന്തോറും പുതിയ ട്രാക്കിലും പോസ്റ്റുകൾ, അതായത് ഇലക്ട്രിക് ടവറുകളൊക്കെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പുതിയ ടവറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വിരാണി ആളൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലെവൽ ക്രോസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരാണിയാളൂർ സ്റ്റേഷനാണ്. വിരാണിയാളൂർ സ്റ്റേഷനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ പള്ളിയാടി സ്റ്റേഷൻ പോലെ തന്നെ ഒരു ഹോൾട്ട് സ്റ്റേഷനായിരിക്കും. അപ്പോൾ അവിടെയും നിലവിൽ പ്ലാറ്റ്ഫോമുള്ള സ്ഥലത്ത് തന്നെയാണ് അപ്പ് ലൈൻ വരേണ്ടത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമും പൊളിച്ച് പണിത് അവിടെ പുതിയ പ്ലാറ്റ്ഫോം കുറച്ച് മാറി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പള്ളിയാടിയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് വിരാണിയാളൂർ സ്റ്റേഷനിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് പണി കഴിഞ്ഞു, പക്ഷേ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പാകത്തിനായിട്ടില്ല. എന്നാലും വർക്കുകൾ നല്ല തോതിൽ നടക്കുന്നുണ്ട്, നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ ഇതുപോലൊരു ബുദ്ധിമുട്ടുള്ളത് അമരവിള സ്റ്റേഷനിലാണ്. അതായത് അമരവിള സ്റ്റേഷനിൽ നിലവിൽ പ്ലാറ്റ്ഫോമുള്ള സ്ഥലത്ത് തന്നെയാണ് പുതിയ ട്രാക്ക് വരേണ്ടത്. അപ്പം അവിടുത്തെ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാലരാമപുരം നേമം മെയിൻ ലൈൻ ഏത് സൈഡിലായിരിക്കും എന്ന് ഇതുവരെ കൺഫർമേഷൻ ആയിട്ടില്ല. പിന്നെ എന്തായാലും പൊളിക്കേണ്ടി വരും, കാരണം അവിടെ 6 ട്രാക്കാണ് വരേണ്ടത്. അപ്പോൾ ലൂപ്പ് ലൈൻ ഉൾപ്പെടെ അവിടെ വരേണ്ടത് കൊണ്ട് നിലവിലുള്ള പ്ലാറ്റ്ഫോം നിലനിർത്തുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. ഒരുപാട് ലെവലിംഗ് വർക്കുകളൊക്കെ വേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഒരു സൈഡ് നല്ല ഹൈറ്റിൽ മണ്ണ് കൂനയായിട്ട് നിൽപ്പുണ്ട്. അവിടെ ഒരു ഏകദേശം ഒരു കുന്നുപോലെ, ചെറിയൊരു കുന്നുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ഇടിച്ചു നിരത്തലൊക്കെ ആവശ്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ബാലരാമപുരമൊക്കെ. ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ പുതിയ പാലങ്ങളൊക്കെ വന്ന സ്ഥലങ്ങളാണ്. ഈ എരണിയലിനും നാഗർകോവിൽ ടൗണിനും ഇടയ്ക്ക്. നാഗർകോവിൽ ടൗൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുള്ള ഒരു ഏരിയയാണ്. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ലാൻഡ് അക്വയർ ചെയ്യാൻ ഭയങ്കര എമൗണ്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. നേരത്തെ ആയിരുന്നപ്പം നമ്മൾ ഒന്നിച്ചങ്ങ് ലാൻഡ് എടുത്തിരുന്നെങ്കിൽ ഇത്രയൊരു
സിവിയർ ആവത്തില്ലായിരുന്നു അവിടുത്തെ ലാൻഡിൻ്റെ എമൗണ്ടിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നല്ല റേറ്റാണ് ആളുകൾ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ഈ ലെവൽ ക്രോസിൻ്റെ സൈഡിലൊക്കെ പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. പഴയ ബിൽഡിങ്ങുകളൊക്കെ, അതായത് കാലഹരണപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ലെവൽ ക്രോസിൻ്റെ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിരാണിയാളൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം, പഴയതും പുതിയതും. വലതുവശത്ത് അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് പുതിയ പ്ലാറ്റ്ഫോം. ഈ തൊട്ടടുത്ത് കാണുന്ന പ്ലാറ്റ്ഫോമാണ് പൊളിച്ച് നീക്കപ്പെടുന്നത്. പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലെവൽ ക്രോസും ഉണ്ട്. ആ ലെവൽ ക്രോസ് മിക്കവാറും അണ്ടർപാസ് ആവുമെന്നാണ് തോന്നുന്നത്. ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 വളവ് കഴിഞ്ഞാൽ നമ്മുടെ പാർവതീപുരം ഏരിയ എത്തും. അതായത് നമ്മൾ NH66 നമ്മൾ കുഴിത്തറ സൈഡിൽ വെച്ച് ക്രോസ് ചെയ്ത NH66 നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പാർവതീപുരത്തിനടുത്ത് വെച്ചാണ്. ഈ ഏരിയയിലൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്സ് കോളേജും എൻജിനീയറിംഗ് കോളേജുകളൊക്കെ ഒരുപാടുള്ളൊരു ഏരിയയാണിത്. പിന്നെ ഈ ഏരിയയിൽ നമ്മൾ പ്രധാനമായിട്ടും മാറ്റം കാണുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ലെവൽ ക്രോസുകൾ കുറേ എണ്ണം ഈ പുതിയ ട്രാക്ക് വരേണ്ട സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വരുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റിയ ഒരു അപ്ഡേറ്റ് നമുക്ക് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 ഇടത്ത് പുതിയ ലെവൽ ക്രോസ് ബിൽഡിങ്ങുകൾ വന്നിട്ട് പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് മാറ്റിയ ഒരു ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ പുതിയ ടവറുകൾ ഇടുന്ന വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതിനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ ഇട്ട് ടവറുകളൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വളവ് നിവർന്ന് കുറച്ച് ദൂരം പിന്നിടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ NH66 വീണ്ടും ക്രോസ് ചെയ്യുന്ന ആ ഒരു സ്ഥലമെത്തും. അതിന് തൊട്ടടുത്തായിട്ടാണ് പാർവതീപുരം എന്ന് പറഞ്ഞ സ്ഥലവും. ഫ്ലൈ ഓവറൊക്കെ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പാലം കഴിഞ്ഞ ഉടനെയാണ് പാർവതീപുരം ഫ്ലൈ ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചുങ്കാങ്കയുടെ അടുത്തൊക്കെ ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ട്. ആർട്സ് കോളേജുകളായാലും എൻജിനീയറിംഗ് കോളേജുകളായാലും ഒരുപാട് കോളേജുകളുള്ളൊരു ഏരിയയാണ് ഇതൊക്കെ. ഇതാണ് ആ പറഞ്ഞ നമ്മുടെ NH66 ക്രോസ് ചെയ്യുന്ന പാലം. ഈ ഒരു ലെവൽ ക്രോസ് പൊളിച്ച് മാറ്റേണ്ടതുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു പുതിയത് ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞ് കാണത്തില്ല, അതുകൊണ്ടാണ് അവിടെ ആ ലെവൽ ക്രോസ് പൊളിക്കാത്തത്. പുതിയ ലെവൽ ക്രോസ് പുതിയ ഒരു ബിൽഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ പഴയ ബിൽഡിങ് ലെവൽ ക്രോസുമായിട്ട് ബന്ധപ്പെട്ട ആ പഴയ ബിൽഡിങ് പൊളിച്ച് മാറ്റുന്നതായിരിക്കും. ഇതാണ് ഒരു സ്പോട്ട്. ഇവിടെ ഉണ്ടായിരുന്ന ലെവൽ ക്രോസിൻ്റെ ഗേറ്റ് കീപ്പറുടെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. രണ്ടാമതൊരെണ്ണം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് മുന്നിൽ തന്നെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഓരോ മാസം യാത്ര വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. നമ്മൾ ഒരുപാട്, ഞാനൊക്കെ നാറോയിലൊക്കെ പോകാൻ ട്രെയിനിനെ അധികം ആശ്രയിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സമയം ഒരുപാട് എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നൊരു കാര്യമാണ് ഈ ഡബിളിങ് പൂർത്തിയാവുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ നാറോയിൽ ടൗണിൽ നിന്ന്, അതായത് ടൗൺ സ്റ്റേഷനിൽ നിന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ലൈന് നേരെ വരുന്ന ആ ഒരു ലൈനാണ് ഈ നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത്. അപ്പോൾ ആ ലൈന് ഒരു ഡെഡ് എൻഡ് പോലെ ഇപ്പോൾ നിൽക്കുകയാണ്.
അപ്പം എരണിയലിലേക്കുള്ള ഡബിളിംഗ് ആയാലും മാത്രമേ നമുക്ക് ആ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോം നാറോയിൽ ടൗൺ സ്റ്റേഷനിൽ ഇനി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം നമുക്ക് നാറോയിൽ ടൗൺ സ്റ്റേഷനിൽ ഈ ജംഗ്ഷൻ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ കൊണ്ടിടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൂപ്പ് കയറി പഴയ ലൈനിലേക്ക് വണ്ടികൾ കയറിയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാറോയിൽ ടൗൺ സ്റ്റേഷൻ നമ്മൾ എത്തുന്നു. പുതിയ ലിഫ്റ്റൊക്കെ പണിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നാറോയിൽ ടൗൺ സ്റ്റേഷന്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ പുരോഗമിക്കുന്നു. അതാണ് ഈ വീഡിയോയിൽ നിന്നുള്ള അപ്ഡേറ്റ്. കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് കുറച്ച് മാറ്റങ്ങൾ പഴയ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.